നമസ്കാരം. ലെറ്റിംഗ് ഗോ മെഡിറ്റേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇതിനു മുമ്പ് ചെയ്ത ലെറ്റിംഗ് ഗോ എന്ന കോൺസെപ്റ്റിനെ കുറിച്ചൊരു വീഡിയോ ഉണ്ടായിരുന്നു. എന്താണ് ലെറ്റിംഗ് ഗോ എന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട്. വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് വിട്ടുകൊടുക്കേണ്ടത് എല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ പറഞ്ഞ അതേ ഇൻഫർമേഷൻ ഞാനിവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. എങ്കിലും ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർക്ക് ലെറ്റിംഗ് ഗോ എന്ന കോൺസെപ്റ്റിനെ കുറിച്ച് പറഞ്ഞാൽ നമ്മളുടെ ഉള്ളിലുള്ള കുറേ വിഷമങ്ങൾ, സങ്കടം, ദേഷ്യം, ഗിൽറ്റ് ആൻഡ് വറീസ്, ഇമോഷണൽ ഹേർട്സ് ആൻഡ് പെയിൻസ്, ഇങ്ങനെയുള്ള പല സംഗതികളും നമ്മൾ പലപ്പോഴും ഉള്ളിൽ കൊണ്ടു നടക്കുന്നവരാണ്. അത് കാരണം ജീവിതത്തിൽ സുഖം, സമാധാനം, സന്തോഷം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല. ഇത് ശരിക്കും വിട്ടുകൊടുക്കേണ്ടതായിട്ടുണ്ട്. വാട്ട് ഈസ് ഡൺ ഈസ് ഡൺ, വാട്ട് ഈസ് ഗോൺ ഈസ് ഗോൺ. വൺ ഓഫ് ലൈഫ്സ് ലെസൺസ് ഈസ് ഓൾവേസ് മൂവിങ് ഓൺ എന്നാണ്. നടന്നത് നടന്നു, പോയത് പോയി. ജീവിതത്തിലെ പ്രധാനപ്പെട്ട പാഠം എന്ന് പറയുന്നത് ഒന്ന് വിട്ടുകൊടുത്ത് മറ്റൊന്നിലേക്ക് നമ്മൾ പോവുക, മൂവിങ് ഓൺ. ഉപനിഷത്തുകളിൽ ഏറ്റവും ചെറിയത് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈശോപനിഷത്ത് തുടങ്ങുന്നത് ഈശാവാസ്യമിതം സർവം എന്ന് പറഞ്ഞാണ്. ഇതിൽ തേന ത്യക്തേന ഭുഞ്ചീത എന്നതിൻ്റെ ഏറ്റവും ലിബറലായിട്ടുള്ള ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ലെറ്റ് ഗോ ആൻഡ് റിജോയ്സ് എന്നാണ്. വിട്ടുകൊടുക്കുക, എന്നിട്ട് ഉല്ലസിക്കുക, ആഹ്ലാദിക്കുക. അതിൻ്റെ അർത്ഥം നമ്മൾ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ സുഖങ്ങൾ അനുഭവിക്കാൻ സാധിക്കില്ല എന്നതാണ്. ലെറ്റിംഗ് ഗോ ഇസ് ഫ്രീയിങ് യുവർ സെൽഫ് എന്ന് പറയാറുണ്ട്. വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ സ്വതന്ത്രനാവുക, സ്വതന്ത്രയാവുക എന്നതാണ്. ഇവിടെ അറിയേണ്ടത് യു ഹാവ് എവറി റൈറ്റ് ടു ഫ്രീ യുവർ സെൽഫ് ആൻഡ് യു ഹാവ് ദി എബിലിറ്റി ടു ഫ്രീ യുവർ സെൽഫ്. നിങ്ങളുടെ മനസ്സിലുള്ള സ്വാതന്ത്ര്യം കൊണ്ടുള്ള സന്തോഷം അനുഭവിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്, അതിൻ്റെ കഴിവും നിങ്ങൾക്കുണ്ട് എന്നർത്ഥം. ഇനി ലെറ്റിംഗ് ഗോ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഇവിടെ ചില ചിത്രങ്ങളുടെ സഹായത്തോടു കൂടെ ഞാൻ പറഞ്ഞു തരാം. ഇവിടെ നോക്കൂ, ഈ ചിത്രത്തിൽ ഇൻസൈഡ് ഔട്ട്സൈഡ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇൻസൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ലോകം, ഔട്ട്സൈഡ് എന്ന് പറഞ്ഞാൽ പുറമേ നടക്കുന്ന കാര്യങ്ങൾ. ഇൻസൈഡ് അഥവാ ഉള്ളിലാണ് നമുക്ക് പല അനുഭവങ്ങളും ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന്, പുറമേ നിന്നുമുള്ള അനുഭവങ്ങളിൽ നിന്നും നമുക്കുണ്ടാകുന്ന സങ്കടമായിക്കോട്ടെ, ഫ്രസ്ട്രേഷൻ, നിരാശകളായിക്കോട്ടെ, പശ്ചാത്താപം, റിഗ്രറ്റ്സ് ആയിക്കോട്ടെ, അതുപോലെ ഇമോഷണൽ ഹേർട്സ് ആൻഡ് പെയിൻസ്, മനസ്സിലുള്ള അലട്ടലുകളും മനോവേദനകളും, പിന്നെ കുറ്റബോധം അതായത് ഗിൽറ്റ്, റിവെഞ്ച്ഫുൾ ഫീലിങ്സ്, പ്രതികാരദാഹം, ആങ്കർ അല്ലെങ്കിൽ ദേഷ്യം, എല്ലാം നമ്മൾ അനുഭവിക്കുന്നത് അകത്താണ്. സാധാരണഗതിയിൽ നമ്മൾ പുറത്തോട്ട് നോക്കിക്കൊണ്ട് ആളുകളെ കുറ്റപ്പെടുത്തുന്നു, എക്സ്പീരിയൻസസിനെ കുറ്റപ്പെടുത്തുന്നു. ഈ പുറമേ നിന്നും ഉണ്ടാകുന്ന അനുഭവങ്ങളിൽ നിന്നും അകത്തുണ്ടാകുന്ന സമ്മർദ്ദം നമുക്ക് ഒരു പുകച്ചിൽ പോലെയോ പിരിമുറുക്കം പോലെയോ അനുഭവപ്പെടാറുണ്ട്. ഈ അകത്ത് നമ്മൾ അനുഭവിക്കുന്ന സമ്മർദ്ദം പുറത്തോട്ട് നീക്കം ചെയ്യുന്ന പ്രക്രിയയ്ക്കാണ് ലെറ്റിംഗ് ഗോ എന്ന് പറയുന്നത്. ഇതിൽ പുറത്തുള്ള വ്യക്തികൾക്ക് യാതൊരു പ്രസക്തിയുമില്ല എന്ന് മനസ്സിലാക്കുക. നമ്മൾ അവരെ ഒന്നും ചെയ്യുന്നില്ല, അവരെ നമ്മൾ വിട്ട് കളയുന്നില്ല. പകരം നമ്മളുടെ ഉള്ളിലുള്ള സമ്മർദ്ദമാണ് നമ്മൾ പുറത്തോട്ട് നീക്കം ചെയ്യുന്നത്. മറ്റൊരു രീതിയിൽ കൂടി നമുക്കത് ചെയ്യാൻ സാധിക്കും. അകത്തുണ്ടാകുന്ന ഈ സമ്മർദ്ദം ലെറ്റ് ഗോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്ന് റിലാക്സ് ചെയ്തുകൊണ്ട്, ഉൾവലിഞ്ഞുകൊണ്ട് പുറകോട്ട് മാറി നിന്ന് കഴിഞ്ഞാൽ, ഉള്ളിലാണ് ഉദ്ദേശിക്കുന്നത്, ഈ സമ്മർദ്ദം അല്ലെങ്കിൽ പുകച്ചിൽ, ഈ പിരിമുറുക്കം താനെ പുറത്തോട്ട് പോയതുപോലെ നമുക്ക് തോന്നും. ഇനി വരാൻ പോകുന്ന മെഡിറ്റേഷൻ സെഷനിൽ ഞാൻ റിലാക്സ്, റിലീസ് ആൻഡ് ലെറ്റ് ഗോ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ രണ്ട് രീതിയിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. കാര്യം എന്താണ് എന്ന് വെച്ചാൽ, നമ്മൾ ഉള്ളിൽ അനുഭവിക്കുന്ന പെയിൻ ഉണ്ടല്ലോ, വിഷമമുണ്ടല്ലോ, അതിൽ പിടിച്ചു നിൽക്കേണ്ട ഒരു കാര്യവുമില്ല. വെൻ വി ക്ലിങ് ടു പെയിൻ വി എൻഡ് അപ്പ് പണിഷിങ് അവർ സെൽസ് എന്ന് ലിയോ ബുസ്കാഗ്ലിയ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലുള്ള വേദനകളിൽ അള്ളിപ്പിടിച്ചിരിക്കുമ്പോൾ നമ്മൾ സ്വയം ശിക്ഷ അനുഭവിക്കുന്നു. ഇപ്പോൾ ഏതാണ്ടൊക്കെ മനസ്സിലായി കാണും. ഇനി ലെറ്റിംഗ് ഗോ മെഡിറ്റേഷനിൽ നിങ്ങൾക്കത് പൂർണ്ണമായും ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി ഇരിക്കാൻ സ്വസ്ഥമായ ഒരു സ്ഥലം കണ്ടുപിടിക്കുക. ഒരു ഡിസ്റ്റർബൻസും കൂടാതെ കുറച്ച് സമയം നിങ്ങൾക്ക് കാം ആൻഡ് റിലാക്സ്ഡായി ഇരിക്കാൻ സാധിക്കണം. തീവ്രമായ ആഗ്രഹം, റിസെപ്റ്റീവായ മൈൻഡ് സെറ്റ്, ആത്മാർത്ഥമായ ഭാവം, ഇതെല്ലാം കൊണ്ടായിരിക്കണം നിങ്ങൾ പ്രോസസ്സിലേക്ക് കിടക്കേണ്ടത്. വേണം എന്ന തോന്നൽ വന്നു കഴിഞ്ഞാൽ പ്രോസസ്സ് പകുതി നടന്നു കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ.
ഒരു കാര്യം പ്രത്യേകം പറയട്ടെ, വാഹനം ഓടിക്കുകയാണെങ്കിൽ ഈ പ്രോസസ്സിലേക്ക് കടക്കാൻ പാടില്ല. മെഡിറ്റേഷൻ സമയത്ത് ഞാൻ സ്ക്രീനിൽ ഉണ്ടാവുകയില്ല. നിങ്ങൾ എന്തായാലും കണ്ണടച്ചിട്ടാണല്ലോ ചെയ്യുക. മെഡിറ്റേഷൻ കഴിഞ്ഞ ശേഷം ഞാൻ വീണ്ടും സ്ക്രീനിൽ വരുന്നതായിരിക്കും. സ്വസ്ഥമായിരിക്കുക. പതുക്കെ കണ്ണുകൾ അടച്ചു വയ്ക്കുക. പുറത്തുള്ള കാഴ്ചകൾ കാണാതിരിക്കുമ്പോൾ യു ഹാവ് എ ചാൻസ് ടു ലുക്ക് അറ്റ് യുവർ ഇന്നർ വേൾഡ്. ഉള്ളിലേക്ക് നോക്കാനുള്ള അവസരമൊരുങ്ങുന്നു. Feel the sensations in your body. Feel the energies. Become aware. കൈകാലുകൾ അയച്ചു വിടുക. Make them loose and flexible. ശാന്തമായി ഇരുന്നു കൊണ്ട് ടേക്ക് എ ലോങ് ഡീപ്പ് ബ്രെത്ത്. ഒരു ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. എക്സ്ഹേൽ, ലെറ്റിംഗ് ഗോ ഓഫ് ഓൾ ദ ടെൻഷൻ. ശ്വാസം പുറത്തോട്ട് വിടുമ്പോൾ മനസ്സിലുള്ള പിരിമുറുക്കങ്ങൾ പുറത്തോട്ട് വിട്ടുകൊണ്ട്. ഒരിക്കൽ കൂടി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പുറത്തോട്ട് വിടുക. ലെറ്റിംഗ് ഗോ. The most important thing is to be comfortable while doing the meditation. ഈ ഒരു പ്രോസസ്സിൽ സ്വസ്ഥത വളരെ ആവശ്യമാണ്. ഇപ്പോൾ തന്നെ അലട്ടുന്ന വിഷയങ്ങളിൽ നിന്നും തൻ്റെ ഉള്ളിൽ ജനിക്കുന്ന വികാരങ്ങളെ വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നു. സുഖകരമായ അവസ്ഥയിൽ. It's so easy to let go. That's right. വിഷയങ്ങൾ എന്തുമായിക്കോട്ടെ, അച്ഛൻ, അമ്മ, ജീവിത പങ്കാളി, കുട്ടികൾ, ആരോഗ്യം, ജോലി, മറ്റേത് വിഷയവും. ദീസ് ആർ ഒബ്ജക്ട്സ് ഔട്ട്സൈഡ് ഓഫ് യു. നിങ്ങളുടെ പുറമേയുള്ള കാര്യങ്ങളാണിതെല്ലാം. ഈ പുറമേയുള്ള കാര്യങ്ങളിൽ നിന്നും തൻ്റെ ഉള്ളിൽ ചില വിഷയങ്ങൾ ജനിച്ചിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ പുറമേയുള്ള പ്രശ്നങ്ങൾ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അകത്തുള്ള പ്രശ്നം നോക്കിക്കാണാനുള്ള സമയം ലഭിക്കുന്നില്ല. അതുകൊണ്ട് പുറമേയുള്ള പ്രശ്നം മാറാതിരിക്കുന്നു. നിങ്ങളുടെ പുറമേയുള്ള പ്രശ്നങ്ങളുടെ സൊല്യൂഷൻ അകത്താണ്. അകത്തുള്ള വിഷയങ്ങൾ വിട്ടുകൊടുക്കുമ്പോൾ പുറമേ കാര്യങ്ങൾ ശരിയായി വരുന്നു. Tell yourself at this moment that you want to let go. സ്വയം പറയുക, എനിക്ക് വിട്ടുകൊടുത്തേ പറ്റൂ.
Perhaps you have your own ways of letting go. ഒരുപക്ഷെ നിങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ നിങ്ങളുടേതായ രീതിയുണ്ടായിരിക്കും. അവ കൂടുതൽ മെച്ചപ്പെട്ടതുമായിരിക്കാം. കൂടുതൽ മികച്ച രീതി. ഒരു കാര്യം ചൂണ്ടിക്കാണിക്കട്ടെ. If you want to let go, you must not keep your mind attached to people or situations outside of you. പുറമേ ശ്രദ്ധിച്ചിരുന്നാൽ ഉള്ളിൽ വിട്ടുകൊടുക്കാൻ പറ്റുകയില്ല. വിഷയങ്ങൾ ഉള്ളിലാണ്, പുറത്തല്ല എന്ന് മനസ്സിലാക്കുക. ചില ആളുകൾ പറയും, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ലെറ്റ് ഗോ എന്ന്. എനിക്ക് വിട്ടുകൊടുക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന്. ഞാൻ ഇത്രയും കാലം വിട്ടുകൊടുക്കാൻ ശ്രമിച്ചു, നടന്നില്ല എന്ന്. ദാറ്റ് ഈസ് ജസ്റ്റ് എ തോട്ട്. അതൊരു ചിന്ത മാത്രമാണ്. കാലങ്ങളായി ഈ ചിന്ത മനസ്സിൽ കൊണ്ടു നടക്കുമ്പോൾ അതൊരു വിശ്വാസമായി മാറും. It becomes a belief. You can easily let go of that belief too. Now, ആ വിശ്വാസവും വിട്ടുകൊടുക്കാൻ സാധിക്കും. പലപ്പോഴും നമ്മൾ ഉള്ളിൽ പിടിച്ചു വച്ചിരിക്കുന്ന വിഷയങ്ങൾ കുറേ കാലമായി പിടിച്ചു വയ്ക്കുമ്പോൾ നമ്മൾ പിടിച്ചു വച്ചിരിക്കുന്നു എന്ന് അറിയുന്നതേയില്ല. പിടിച്ചു വച്ചിരിക്കുന്നു എന്ന് മറന്നുപോയിരിക്കുന്നു. You have forgotten that you are holding on to it. The moment you realize this fact, it becomes easy to loosen it up. Relax. Release and let go. നിമിഷം കൊണ്ടാണ് പലർക്കും ജീവിതം മാറിമറിയുന്നത്. ലെറ്റിംഗ് ഗോയിലൂടെ. ഈ പ്രക്രിയയിലേക്ക് കടക്കുമ്പോൾ ചിലപ്പോൾ കഴിഞ്ഞുപോയ പല അനുഭവങ്ങളിലേക്കും മനസ്സ് സഞ്ചരിക്കാൻ സാധ്യതയുണ്ട്. അത് പുറകോട്ട് നീന്തുന്നത് പോലെയാണ്. Don't swim backwards. It is difficult. Revisiting your unhealthy past is not healthy. പലർക്കും കഴിഞ്ഞുപോയ കാലങ്ങളിൽ നിന്നുമുണ്ടായ അനുഭവങ്ങൾ, അതിൽ നിന്നും ജനിച്ച പല പല വിഷയങ്ങൾ, നിരാശകൾ, ഫ്രസ്ട്രേഷൻസ് വിട്ടുകൊടുക്കാവുന്നതേയുള്ളൂ. അത് പിടിച്ചു വച്ചിട്ട് എന്ത് പ്രയോജനം? നമ്മുടെ മനസ്സിലുള്ള ഗിൽറ്റ്, റിഗ്രറ്റ്സ്, കുറ്റബോധവും പശ്ചാത്താപവും. Just don't hold on to anything. എല്ലാം ഉള്ളിൽ നിന്നും പുറത്തോട്ട് പോകാൻ അനുവദിക്കാവുന്നതേയുള്ളൂ. Just allow. Simply allow it to happen. Right now. ഈ നിമിഷം. You don't need to remember it. You don't need to forget it.
Just let go. ലെറ്റിംഗ് ഗോ നടക്കണമെങ്കിൽ ഓർക്കേണ്ട കാര്യമില്ല, മറക്കേണ്ട കാര്യവുമില്ല. പിടിച്ചു വയ്ക്കാതിരുന്നാൽ മാത്രം മതി. ഇതിന് ഒരു പ്രത്യേക ടെക്നിക്കിൻ്റെ ആവശ്യമില്ല, ഒരു സ്കില്ലിൻ്റെയും ആവശ്യമില്ല. No technique is required. No skill is required. തൻ്റെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഇമോഷണൽ ഹേർട്സ് ആൻഡ് പെയിൻസ്, അലട്ടലുകളും മനോവേദനകളും, റിവെഞ്ച്ഫുൾ ഫീലിങ്സ്, പ്രതികാരദാഹം, It does not belong inside. ഉള്ളിൽ അടച്ചു പിടിക്കേണ്ടതല്ല ഇതൊന്നും. Why hold when they are painful? ഇത്രയും വിഷമം തരുന്ന സംഗതികൾ എന്തിനാണ് പിടിച്ചു വയ്ക്കുന്നത്? What purpose does it serve? What benefit do you derive by holding on? പിടിച്ചു വയ്ക്കുമ്പോൾ എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത്? Can you make yourself better by holding on? പിടിച്ചു വയ്ക്കുമ്പോൾ കൂടുതൽ മെച്ചപ്പെടാൻ സാധിക്കുന്നുണ്ടോ? Can you prove to yourself or any other that you are better off? നിങ്ങൾ കൂടുതൽ മെച്ചപ്പെടുന്നുണ്ട് എന്ന് സ്വയം സമർത്ഥിക്കാൻ സാധിക്കുന്നുണ്ടോ പിടിച്ചു വയ്ക്കുമ്പോൾ? Imagine whatever you're holding on to is leaking out through your body. വിട്ടുകൊടുക്കാൻ എന്തെങ്കിലും എഫേർട്ടിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. പിടിച്ചു വയ്ക്കാനാണ് എഫേർട്ട് വേണ്ടത്. ഹോൾഡിംഗ് ഓൺ ഇസ് ഡിഫിക്കൽട്ട്. ലെറ്റിംഗ് ഗോ ഇസ് എഫേർട്ട്ലെസ്. ഒന്നും ശേഖരിച്ചു വെക്കേണ്ടതില്ല. ഡോണ്ട് കണ്ടെയ്ൻ ദ സ്റ്റഫ്. Why be a container? Why be a vessel? What is the use? ഒരു പഴയ പാത്രത്തിൽ അല്ലെങ്കിൽ ബക്കറ്റിൽ മലിനമായ ജലം ശേഖരിച്ചു വെച്ചതുപോലെ ആകേണ്ട കാര്യമില്ല. Don't keep them inside. ദ്വാരങ്ങളുള്ള പഴയ ബക്കറ്റിൽ നിന്നും വെള്ളം പുറത്തോട്ട് ഒലിച്ചു പോകുന്നത് പോലെ ഉള്ളിലുള്ള വിഷമങ്ങൾ പുറത്തോട്ട് ഒലിച്ചു പോകട്ടെ. There is nothing to keep inside, nothing to change. ഗുണകരമല്ലാത്ത അനുഭവങ്ങളുടെ ഭാരം ചുമന്ന് നടക്കേണ്ട ഒരു കാര്യവുമില്ല. There is no need to carry the burden. അനാവശ്യമായ ഭാരം ചുമലിൽ നിന്നും ഇറക്കി വയ്ക്കാൻ ആർക്കും സാധിക്കും. If it is not important to you, why carry it? Leave everything aside. Every single thing. Yes, that's right.
feeling light. I am willing to let go എന്ന് മനസ്സിൽ പറയുക. ഞാൻ വിട്ടുകൊടുക്കാൻ പൂർണ്ണമായും തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഇത് ഓർക്കേണ്ട നിമിഷം പോസിറ്റീവായ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. Making yourself free. Feeling so light inside. തനിക്ക് ഗുണകരമല്ലാത്ത ശേഷിക്കുന്ന നെഗറ്റീവ് ഊർജം പുറത്തോട്ട് എടുത്ത ശേഷം തീപ്പെട്ടിക്കൂടുകൾ പോലെയുള്ള ചെറിയ പാക്കറ്റുകളിലേക്കാക്കുക. പുറത്തോട്ട് പോരാൻ ബുദ്ധിമുട്ടുള്ളവ അറ്റാച്ച്മെൻറ്റിൻ്റെ പശയിൽ ഒട്ടി നിൽക്കുകയായിരിക്കാം. അത് വിടുവിക്കാൻ എളുപ്പത്തിൽ കഴിയും. You may find a way to do it easily. Don't stick to your emotions. വികാരങ്ങളിൽ ഒട്ടി നിൽക്കേണ്ട കാര്യമില്ല. It doesn't help. Don't attach yourself to your past. പഴയ കാലങ്ങളിലേക്ക് അറ്റാച്ച്ഡ് ആകേണ്ടതില്ല. Just let go of the attachment. ഇതിനു വേണ്ടി ഒരു പ്രത്യേക പ്രോസസ്സിൻ്റെ ആവശ്യമില്ല. You can do it right now as you listen to me. It is your attachment to the person or thing that you need to let go of. ഇതെല്ലാം പുറത്തോട്ടെടുത്ത് ഓരോ തീപ്പെട്ടിക്കൂടിലും പേര് രേഖപ്പെടുത്തുക. ലേബലിംഗ് ദം. ചിലതിൽ വറീസ് എന്ന് ലേബൽ ചെയ്യുന്നു. ചിലതിൽ സങ്കടം, സാഡ്നസ്. ചിലതിൽ കോപം, ആങ്കർ. പല പല നിറങ്ങളിലുള്ള തീപ്പെട്ടിക്കൂടുകൾ. ഈ കൂടുകളെല്ലാം അങ്ങ് ദൂരേക്ക് നീങ്ങുന്നതായി മനസ്സിൽ കാണുന്നു. എല്ലാം വിട്ടുകൊടുക്കാൻ സാധിക്കുന്നു. വേണമെങ്കിൽ പൂർണ്ണമായും ഈ നിമിഷത്തിൽ തന്നെ വിട്ടുകൊടുക്കാം. അല്ലെങ്കിൽ ഈ പ്രക്രിയ അവസാനിക്കുന്നതിന് മുമ്പ് എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. വെരി ഗുഡ്. ഇത്രയും ചെയ്യുമ്പോഴേക്കും താങ്കൾക്ക് ഉള്ളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കാൻ കഴിയും. You might have noticed it already. Those positive changes beginning to happen. ശാന്തത അനുഭവിച്ചുകൊണ്ട്, feeling calm and relaxed. ശരീരത്തിലും മനസ്സിലും പൂർണ്ണ ആരോഗ്യത്തിൻ്റെ ലക്ഷണങ്ങൾ അറിഞ്ഞുകൊണ്ട്. Feeling healthy in body and mind. മനോഹരമായ വ്യക്തിബന്ധങ്ങൾ അനുഭവിക്കാൻ ഉതകുന്നതായ ഫീലിംഗ്. Ready to enjoy
ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്സ്. കർമ്മരംഗത്ത് പൂർണ്ണമായും ശ്രദ്ധ ചെലുത്താൻ കഴിയുന്നു. സാമ്പത്തിക നേട്ടങ്ങൾ അനുഭവിച്ചുകൊണ്ട് മനസ്സിൽ കൊണ്ടു നടന്ന സ്വപ്നങ്ങൾ പൂവണിയുന്നു. Your dreams getting fulfilled. ഇനി 1 മുതൽ 10 വരെ ഞാൻ എണ്ണുമ്പോൾ താങ്കൾക്ക് പൂർണ്ണമായും എല്ലാം വിട്ടുകൊടുത്തുകൊണ്ട് പുതിയ ഒരു പ്രതീക്ഷയുടെ ലോകത്തിലേക്ക് എത്താൻ കഴിയുന്നു. Experiencing happiness, peace and tranquility. 1. Feeling those positive changes inside. 2. ഒരു ശാന്തത അനുഭവിച്ചുകൊണ്ട്. 3. Feeling calm and peaceful. ഇതെല്ലാം തൻ്റെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു. 4. Feeling blessed and grateful. കൃതജ്ഞയുടെ ഭാവം ഉള്ളിൽ അറിഞ്ഞുകൊണ്ട്. 5. Feeling that weightlessness inside. തൂവൽ പോലെ ഭാരമെല്ലാം ഇല്ലാതെയായിക്കൊണ്ട്. 6. Able to see a beautiful world outside you. മനോഹരമായൊരു ലോകം പുറത്ത് കണ്ടുകൊണ്ട്. 7. With wonderful relationships. നല്ല വ്യക്തിബന്ധങ്ങൾ അനുഭവിച്ചുകൊണ്ട്. 8. Gently moving your body. പതുക്കെ ശരീരം ചലിപ്പിച്ചുകൊണ്ട്. 9. Feeling your arms and feet. കൈകാലുകളിലുള്ള മാറ്റങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട്. And 10. Gently opening your eyes with a smile. ഒരു പുഞ്ചിരിയോടെ പതുക്കെ കണ്ണുകൾ തുറന്നുകൊണ്ട്. വെൽക്കം ബാക്ക്. ലെറ്റിംഗ് ഗോ മെഡിറ്റേഷൻ പൂർണ്ണമായും നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു എന്ന് ഞാൻ കരുതുന്നു. ലെറ്റിംഗ് ഗോ പൂർണ്ണമായും നടക്കുന്നത് വരെ ഈ മെഡിറ്റേഷൻ കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ മെഡിറ്റേഷൻ ചെയ്ത സമയത്തുണ്ടായ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാം. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ പുതിയൊരു ലെസനുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.